കഴിഞ്ഞ ദിവസം ഞങ്ങൾ കായംകുളത്ത് മരുന്ന് വാങ്ങാനായിട്ട് പോയിട്ടുണ്ടായിരുന്നേ. അങ്ങോട്ട് പോയപ്പോഴേ ശ്രദ്ധിച്ചതാണ്, വഴിയിൽ ദേ ഈ ചേട്ടനിരുന്ന് കണ്ണിമാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നേ. 1.5 കിലോ 100 കണ്ണിമാങ്ങയുടെ വില. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി കുറച്ച് കണ്ണിമാങ്ങയൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. നല്ല നാടൻ രീതിയിൽ കണ്ണിമാങ്ങയൊക്കെ അച്ചാർ വീട്ടിലാണെങ്കിൽ ഈ മാവും കാര്യങ്ങളും ഒന്നുമില്ലേ. അപ്പം നമുക്ക് ഇതേപോലുള്ള സാധനങ്ങൾ കഴിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കണം, അല്ലാതെ നമുക്കാരും കൊണ്ട് തരാനില്ല. പണ്ടൊക്കെ ഈ കണ്ണിമാങ്ങയൊക്കെ ആരുടെയെങ്കിലും അയ്യത്ത് ഒരു മാവോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഓടി ചെല്ലുമല്ലോ, അതിൻ്റെ ചോട്ടിൽ നിന്ന് കണ്ണിമാങ്ങയൊക്കെ പെറുക്കിയിട്ട് അങ്ങനെ ആയിരുന്നു നമ്മൾ അച്ചാറിടുന്നതും ഉപ്പിലിട്ട് കഴിക്കുന്നതും ഒക്കെ അല്ലേ. പക്ഷേ ഇപ്പം ആരുടെ അയ്യത്തൊന്നും നമുക്ക് കയറാൻ പറ്റുന്ന സാഹചര്യത്തിലല്ലല്ലോ നമ്മൾ ജീവിക്കുന്നത്. കാരണം എല്ലാവരും അതിലും ഗേറ്റും ഒക്കെ ഇട്ട് അയ്യങ്ങളെല്ലാം പൂട്ടിക്കെട്ടി വെച്ചേക്കുമല്ലേ. അപ്പം നമുക്ക് അങ്ങനെ ഒന്നും കയറി ചെന്ന് എടുക്കാനും പിടിക്കാനും ഒന്നും പറ്റത്തില്ല. ഇനി ഇതൊക്കെ ഉള്ള വീട്ടിൽ ചെന്ന് ചോദിക്കാമെന്ന് വെച്ചാലും ഇപ്പം വീട്ടുകാരെല്ലാം ഇതേപോലെ ആൾക്കാർക്ക് വിൽക്കാനായിട്ട് അങ്ങ് ഓടെ മൊത്തത്തിൽ അങ്ങ് വിൽക്കുവാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മളെപ്പോലെ ഇല്ലാത്തവർ ഇങ്ങനെ പൈസ കൊടുത്ത് മേടിക്കേണ്ടി വരും. അങ്ങനെ വീട്ടിലെത്തി നമ്മൾ കണ്ണിമാങ്ങയൊക്കെ ഒരു പാത്രത്തിലോട്ട് അങ്ങ് കുടഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അമ്മ പറഞ്ഞു നമുക്കിത് കയ്യോടങ്ങ് അച്ചാറിടാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ കഴുകിയെല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കഴുകുന്നതിൻ്റെ ഇടയ്ക്ക് അമ്മയാണെങ്കിൽ പറയുന്നുണ്ട് പണ്ടത്തെ ഇങ്ങനെ മാങ്ങ പെറുക്കാൻ പോയതും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. ശരിക്കും അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കും ആ ഒരു കാലഘട്ടത്തിൽ ജീവിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോവേ. പറഞ്ഞു തീർന്നപ്പോഴത്തേക്കും നമ്മുടെ കണ്ണിമാങ്ങ കുട്ടന്മാർ കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടേ. അങ്ങ് തീരെ പിഞ്ച് മാങ്ങയല്ല, അത്യാവശ്യം ഒരു ചെറിയ വലിപ്പം ഉള്ളതുകൊണ്ട് തന്നെ അമ്മ പറഞ്ഞ് 4ആയിട്ട് കീറിയിട്ട് നമുക്ക് അച്ചാറിടാമെന്ന്. അങ്ങനെ അമ്മ അതെല്ലാം 4ആയിട്ട് ഇങ്ങനെ കീറിയെടുക്കുമായിരുന്നേ. അതിനകത്ത് കുരുവെല്ലാം എടുത്ത് കളഞ്ഞിട്ടിങ്ങനെ 4ആയിട്ടെല്ലാം കീറിയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇന്ന് അച്ചാറിടുന്നത് അമ്മയാണേ. അപ്പം ഒരു ചീനിച്ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് അതിനകത്ത് ഒരു 3 സ്പൂൺ ഉലുവായും 3 സ്പൂണ് കടുകും കൂടി ഇട്ടിട്ട് തീ സിമ്മിലിട്ടിട്ട് അതൊന്ന് ചൂടാക്കി എടുക്കണേ. തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ ഈ പെട്ടെന്ന് ഇതങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ടാണ് തീ സിമ്മിലിട്ടിട്ട് വേണം ഇത് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാനായിട്ട്. വറുത്തെടുത്ത ഉലുവായും കടുവും തണുത്ത ശേഷം നമ്മളത് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് ഇതേപോലെ പൗഡറാക്കി എടുക്കണേ. ഇനി എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളക് എടുക്കണേ. വറ്റൽമുളക് ഇത്രയും ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതും നമുക്കൊന്ന് ചൂടാക്കി എടുക്കണേ. ഇതേപോലെ തന്നെ തീ സിമ്മിലിട്ടിട്ട് വേണം എടുക്കാൻ, ഇല്ലെങ്കിൽ മുളകെല്ലാം അങ്ങ് കരിഞ്ഞു പോകും. അങ്ങനെ അതെല്ലാം തണുത്ത ശേഷം അതിൻ്റെ ഞെട്ട് മാറ്റിയിട്ട് മുളകും ഇതേപോലെ പൊടിച്ചിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് അച്ചാറിടാനായിട്ട് പോകാം. അങ്ങനെ ഒരു ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് ആവശ്യമായിട്ടുള്ള എണ്ണ വേണം നമ്മൾ ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതിനകത്തോട്ട് എണ്ണ ചൂടായി വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ ഉലുവായും അതേപോലെ തന്നെ 1 സ്പൂൺ കടുകും കൂടി ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കണേ. പിന്നെ അതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയും വറ്റൽമുളകും അതേപോലെ തന്നെ കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പിച്ചിങ്ങനെ എടുക്കണേ. അച്ചാറിടാനായിട്ട് ഇവിടെ നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മളിവിടെ വീട്ടിൽ അച്ചാറൊക്കെ ഇടുന്നത് നല്ലെണ്ണയ്ക്കകത്താണ്. അങ്ങനെ നമ്മുടെ വെളുത്തുള്ളിയും കറിവേപ്പിലയും മുളകും ഒക്കെ ഇങ്ങനെ മൂത്ത് വന്നപ്പോഴത്തേക്കും തീ ഓഫ് ചെയ്തിട്ട് നമ്മളിത് 3 സ്പൂൺ മുളക് പൊടിയാണ് ഇവിടെ ചേർത്തിട്ടുള്ളത്. എരിവ് അധികം ഇല്ലാത്ത മുളക് പൊടി ആയതുകൊണ്ടാണ് നമ്മൾ 3 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലോണം അതിന് എണ്ണയ്ക്കകത്തിട്ട് യോജിപ്പിച്ചിഞ്ഞെടുക്കണേ. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങ ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കാതെ അങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മാങ്ങയൊക്കെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് നല്ലോണം അരപ്പൊക്കെ ആയിട്ട് ഇനി യോജിപ്പിച്ചിങ്ങ് എടുക്കണേ. ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുവാണെങ്കിൽ ഞാൻ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇടുന്ന സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം ഇടാനായിട്ട്. ആ എണ്ണയുടെ ചൂടി കിടന്നിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മൂത്ത് കിട്ടിക്കോളും. നമ്മൾ മാങ്ങ ഇട്ടപ്പോഴും ഇതുവരെ നമ്മൾ തീ ഓൺ ആക്കിയിട്ടില്ല. അപ്പം അതൊന്ന് ശ്രദ്ധിച്ചേക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ മാങ്ങ നമ്മുടെ അരപ്പൊക്കെ ആയിട്ട് നല്ലോണം മിക്സ് ആക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. ഈ ഒരു സമയം നമുക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാതെ എപ്പോഴും അച്ചാറിന് ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം. അതാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റും. അതേപോലെ തന്നെ അച്ചാർ കുറേ നാൾ നമുക്ക് കേടാവാതിരിക്കുകയും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം വരത്തില്ല. അങ്ങനെ ഉപ്പും അതേപോലെ നമുക്ക് കായവും ഇട്ടിട്ട് നല്ലോണം ഇതിന് യോജിപ്പിച്ചെടുക്കണേ. അങ്ങനെ ഉപ്പും കായവും എല്ലാം നമ്മുടെ അരപ്പിനകത്തും മാങ്ങയ്ക്കകത്തും എല്ലാം നല്ലോണം യോജിപ്പിച്ച് എടുക്കുന്ന സമയത്ത് വേണം നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള ആ ഒരു വറ്റൽമുളകില്ലേ, ആ ഒരു വറ്റൽമുളകും ഇതേപോലെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കണം. നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അത്രയും വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ലേ, നമുക്ക് ആവശ്യമായിട്ടുള്ള അരപ്പിനുള്ള ആ ഒരു വറ്റൽമുളക് പൊടി മാത്രമേ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ചും കൂടെ അരപ്പ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. അങ്ങനെ അതും നല്ലോണം മിക്സ് ചെയ്ത് യോജിപ്പിച്ച് എടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ആ ഒരു വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ഉലുവയും കടുകും കൂടെ, അതിൽ നിന്ന് ഒരു 2 സ്പൂൺ പൊടി മാത്രമേ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ അതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പൊടി ഒരു അച്ചാറിന് കൂടുതലായിട്ട് ടേസ്റ്റ് നമുക്ക് കൂട്ടും. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാനമാണ് നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു പൊടി ഇടുന്നതുകൊണ്ട് തന്നെ നമുക്ക് നാരങ്ങാച്ചാർ ഇടുമ്പോഴും ഇതേപോലെ അവസാനം ഉലുവയും കടുവും പൊടിച്ച് ആ ഒരു പൊടി ഇട്ട് കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിങ്ങനെ ചെയ്തിട്ടില്ലാത്തവരൊന്ന് ചെയ്ത് നോക്കണേ. അങ്ങനെ അതും നല്ലോണം ഇങ്ങനെ യോജിപ്പിച്ചെടുത്തിട്ട് ഇനി നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണേ. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് തണുത്തതിന് ശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള 1 സ്പൂൺ വിനാഗിരി മാത്രമേ ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ.
ഇങ്ങനെ നമ്മുടെ മസാലയ്ക്കകത്ത് കിടന്നത് ഈ മാങ്ങ എല്ലാം പെരണ്ട് കാണാൻ തന്നെ എന്തൊരു രസമുണ്ടല്ലേ. കാണുമ്പോൾ തന്നെ നമ്മുടെ നാവിലൂടെ വെള്ളം ഊറും. അപ്പം ഇത് കണ്ടിട്ട് ആരുടെയൊക്കെ വായിൽ വെള്ളം വന്നിട്ടുണ്ടെന്ന് പറയണേ. നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ണി മാങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മുടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ. എന്നാലേ നമ്മൾ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരത്തുള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.